ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മുടെ അടുത്ത അൺബോക്സിംഗ് നമ്മൾ വന്നിരിക്കുകയാണ്. നമ്മുടെ OnePlusന്റെ 13S ആണ്. നിങ്ങൾക്ക് ഒരു 50,000 റേഞ്ചിൽ നിങ്ങളൊരു ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ മാർക്കറ്റിൽ കിട്ടുന്ന ഒരു ഫോൺ എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ഒരു കോമ്പാക്ട് ഫോൺ സെക്ടറിൽ വരുന്ന ഒരു ഫോണാണ്. നമുക്ക് ഇതിന്റെ കോമ്പറ്റീഷനായിട്ട് നമ്മുടെ X2ന്റെ FE വന്നിട്ടുണ്ട്. നമ്മൾ അതിന്റെ വീഡിയോ ചെയ്യുന്നുണ്ട്. ഈ ആഴ്ച നമ്മൾ ചെയ്യട്ടോ. X2ന്റെ FE നമ്മൾ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അതിന്റെ എന്താ പറയുക കമ്പാരിസണുകളൊക്കെ ചെയ്യാം. ഇത് 12 GB 156 GB വേരിയന്റിന് വില വരുന്നത് 55,000 രൂപയാണ്. നമുക്ക് ICICI അതുപോലെ തന്നെ ആക്സിസ് കാർഡൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് 3,000 രൂപ ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ 52 രൂപയ്ക്ക് എത്തും. അപ്പോൾ ഇത് ആക്ച്വലി ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. ഞാൻ ബെസ്റ്റ് ബൈ ലിങ്ക് വേണമെങ്കിൽ താഴെ കൊടുക്കാട്ടോ. ഇതിൽ ആക്ച്വലി 3 കളർ വരുന്നുണ്ട്. ഗ്രീൻ വരുന്നുണ്ട്, ഒരു പിങ്ക് വരുന്നുണ്ട്, പിന്നെ ഒരു ബ്ലാക്ക് വരുന്നുണ്ട്. നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ഗ്രീൻ തന്നെയുണ്ട്. ഗ്രീൻ തന്നെയാണ് ഇതിൽ കുറച്ചും കൂടി ഭംഗി വരുന്നത്. നമുക്ക് ഇതിന്റെ കൂടെ തന്നെ നല്ല ക്വാളിറ്റി കേസാണ് ഇപ്പോൾ അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. കണ്ടോ, ഇത് നമുക്ക് ഏത് കളറാണ് എടുക്കുന്നത് ആ കളറിൽ കേസാണ് നമുക്ക് വരിക. ഇത് ആക്ച്വലി നമ്മൾ പുറത്തൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് അൺബോക്സ് നമ്മൾ ചാനലിൽ നമ്മുടെ ഇതിൽ വഴി അടുത്ത സെക്ഷനിൽ വരുന്നുണ്ട്. ഫുള്ള് കാണാൻ മറക്കണ്ട. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാനാണെങ്കിൽ എൻ്റെ പേര് അജയ്. ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മൾ ടെക് ഫിനാൻസിലും എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ്. നമ്മൾ സ്മാർട്ട് ഫോൺ അഗ്രികൾച്ചർ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ് കാണാൻ താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ഫോർവേഡ് അടിച്ച് പോകട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ക്വിക്കായിട്ടൊരു സംഭവം പറഞ്ഞുതരാം. ഇതിൻ്റെ ഡ്രോബാക്സും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ 50,000 റേഞ്ചിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെ ഫോൺ ഉണ്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് iQ13 വരുന്നുണ്ട്, OnePlus 13S വരുന്നുണ്ട്, നമ്മുടെ ഇപ്പോൾ Vivo X2ന്റെ FE വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഒരു 10,000 കൂടെ കൂടി കഴിഞ്ഞാൽ നമുക്ക് Xiaomi 15 വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ആക്ച്വലി എന്താ പറയുക, 4 ഫോണിൽ മറ്റേ നമുക്ക് Xiaomi 15 വേണമെങ്കിൽ നമുക്ക് മാറ്റി വയ്ക്കാം. എന്താ വെച്ചാൽ ഈ പ്രൈസ് റേഞ്ച് കുറച്ച് കൂടുതലാണല്ലോ. നോക്കുകയാണെങ്കിൽ വലിയ റേഞ്ച് കൂടുതലൊന്നും ഇല്ല. 10,000 രൂപ ഇല്ല, 5,000 രൂപ കൂടുതലുള്ളൂ നമുക്ക്. വിത്ത് ഓഫർ ആയി നോക്കി കഴിഞ്ഞാൽ 10,000 രൂപ വരുന്നുണ്ട്. അപ്പോൾ എന്നാലും പക്ഷേ ക്യാമറ സെൻട്രിക് ആണ് നിങ്ങൾ മെയിൻ ആയിട്ട് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ Xiaomi 15ലേക്ക് തന്നെ പോയാൽ മതി. ഈ 3 നോക്കേണ്ട ആവശ്യമില്ല. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഗെയിമിംഗ് ഒരു ഓവറോൾ പ്രത്യേകിച്ച് കോമാറ്റ് ഫോൺ എന്ന് വേണമെന്നുള്ളവർക്ക് പിന്നെ നമുക്ക് ആകെ OnePlus 13S അതുപോലെ തന്നെ Vivo X2ന്റെ FE മാത്രമല്ല, നമുക്ക് അതിന്റെ കമ്പാരിസൺ ഡീറ്റെയിൽ ചെയ്യാം. അപ്പോൾ ഇതാണ്. ഇപ്പോൾ പിന്നെ നമുക്കുള്ളത് iQ13 ആണ്. അപ്പോൾ iQ13 കൊള്ളാം, പക്ഷേ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. നമ്മൾ അതിൻ്റെ വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ, വഴി ചെയ്യുന്നുണ്ട്. ഞാൻ ആക്ച്വലി ആദ്യം അതിൻ്റെ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ OnePlusന്റെ ആണ് കുറച്ചും കൂടിയും എന്താ പറയുക, പ്രത്യേകിച്ച് ഈ 13S കുറച്ചും കൂടി ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട സംഭവം എന്ന് എനിക്ക് തോന്നി. എന്താ വെച്ചാൽ ഞാൻ ഇതിനൊരു പോളും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ വോട്ടിംഗ് വന്നൊക്കെ ഇതിനാണ് കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം വാങ്ങിച്ചത്. അപ്പോൾ ഇത് 12 GB 256 GB വേരിയൻ്റ് ഉണ്ട്, 16 GB ഇല്ല 12 GB 512 GB വേരിയൻ്റ് ഉണ്ട്. 512 GB വെർഷൻ്റെ വില 60,000 രൂപയാണ്. ഇതിനാകുമ്പോൾ 55,000 രൂപയാണ് വിത്തൗട്ട് ഓഫർ കേട്ടോ. അപ്പോൾ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അൺബോക്സിങ് കാണാം. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് നിർത്തിയിട്ട് നമുക്ക് അൺബോക്സിങ്ങിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ OnePlus 13Sന്റെ ബോക്സാണ് നമ്മൾ കാണുന്നത്. നോർമൽ നമ്മുടെ എന്താ പറയുക OnePlusന്റെ സാധാ ബോക്സ്, റെഡ് ബ്ലാക്ക് ബോക്സ്, നമ്മുടെ നോഡിൻ്റെ പോലെ ഇല്ല കേട്ടോ. ഇതാണ് നമ്മുടെ നോഡ് 5ന്റെ ബോക്സ്. അപ്പോൾ അത് സംഭവം ഒക്കെ എന്താ പറയുക ഡയമെൻഷൻസും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണെങ്കിലും കളർ ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ 13Sന്റെ ബോക്സ്. ഇത് ഗ്രീൻ കളർ തന്നെയാണ് കേട്ടോ. പിന്നെ ഇവർക്ക് വേറെ കളറുള്ളത് പിന്നെ പിങ്ക് ആണ്, പിന്നെ ബ്ലാക്ക് ആണ്. ബ്ലാക്ക് പിന്നെ എല്ലാം നോർമലാണല്ലോ. അപ്പോൾ ഇത് നമുക്ക് ഒരു 50,000 റേഞ്ചിൽ നോക്കാവുന്ന ഒരു ഫോൺ എന്ന് വേണമെങ്കിൽ പറയാം. 55 രൂപയാണ് നമുക്ക് MRP ബൈയിങ് പ്രൈസും കാര്യങ്ങളൊക്കെ വരുന്നത്. നിങ്ങളുടെ കയ്യിൽ ICICI ആക്സിസ് അതുപോലെ തന്നെ പിന്നെ ഏതാ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു ബാങ്ക് കൂടി ഉണ്ട്, മറന്നുപോയി. ആ കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 3,000 രൂപ ഡിസ്കൗണ്ട് കിട്ടും കേട്ടോ. അതല്ലെങ്കിൽ വേറെ ഓഫറും കാര്യങ്ങളൊന്നും ഇല്ല. ഞാനിത് ക്രോമേന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓഫ്ലൈനാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഡീറ്റെയിൽസും കാണാനൊക്കെ ഗ്രീൻ സിൽക്ക് എന്ന് അതിൻ്റെ കളറിൻ്റെ പേര്. 12 GB 256 GB വരുന്നതാണ്. സ്നാപ്ഡ്രാഗൺ എന്താ പറയുക 8 പ്രൊസസ്സർ വെച്ച് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും അത്. അപ്പോൾ ഞാൻ ആക്ച്വലി X2ന്റെ FE നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇതിൻ്റെ കോമ്പറ്റീഷനായിട്ട് വരുന്നൊരു ഫോണാണ്. പിന്നെ നമ്മുടെ iQ13 ആണ് വരുന്നത് കോമ്പറ്റീഷൻ. പക്ഷേ അത് കോമ്പാക്ട് ഫോൺ അല്ല, അത് വേറെ സെഗ്മെൻ്റ് ആയിട്ട് വരും. പറയുമ്പോൾ ഒരേ പ്രൈസ് റേഞ്ച് ആണെന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് നമുക്ക് വരുന്നത്. നെവർ സെറ്റിലിൻ്റെ ബോക്സ് വരുന്നുണ്ട്. ഇതിനുള്ളിൽ തന്നെ നമുക്ക് ഏത് കളറാണോ നമ്മൾ വാങ്ങിക്കുന്നത് ആ കളറിൻ്റെ ഒരു കേസ് തന്നെ ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോൺ വന്നിരിക്കുന്നത്. ഞാൻ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ചാർജറും അതുപോലെ തന്നെ അവരുടെ കേബിളും സംഭവങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. നമ്മുടെ സിം ഇജക്ടർ പിന്നാണ്. ഈ ഫോണും ഞാൻ കൊടുക്കുന്നുണ്ടായിരിക്കും കേട്ടോ. കുറച്ച് ഒരു 2-3 ആഴ്ച മിനിമം യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് കൊടുക്കുള്ളൂ. ഞാൻ ഓൾറെഡി ഇത് നമ്മുടെ നോഡ് 5 ആണ്. ഇത് ഞാൻ ഓൾറെഡി സെല് ചെയ്തത് എൻ്റെ വേറൊരു ഞാൻ 2 വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പറഞ്ഞാൽ നമ്മുടെ വേറെ സെപ്പറേറ്റ് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇതിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പറഞ്ഞാൽ പറ്റുന്നതാണ്. ഓൾറെഡി ഞാൻ ഒരു എണ്ണത്തിൻ്റെ സെല്ലിംഗ് വീഡിയോ ഇട്ടിട്ടുണ്ടല്ല, എന്താ പറയുക ഔട്ട് ഓഫ് സെയിൽ എന്നുള്ളൊരു സാധനം ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഓൾറെഡി സെല്ലായിട്ട് ഇനി ആരും മെസ്സേജ് അയക്കേണ്ട, അത് ഓൾറെഡി സെൽ ഔട്ടായി. അടുത്ത ദിവസം തന്നെ സാധനം ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടെ, ഇന്ന് കാലത്ത് തന്നെ സാധനം സെല്ലായിട്ടാണ്. അപ്പോൾ
ഇതാണ് നമ്മുടെ ബോക്സിനുള്ളത്തെ സംഭവങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഞാൻ ഇതൊന്നും എടുക്കുന്നില്ല, നമുക്ക് ആവശ്യമില്ല. ഞാൻ എൻ്റെ ചെണ്ടയിൽ വേറെ ഒന്നാമത് ചാർജർ ഉണ്ട്, OnePlusൻ്റെ തന്നെ 120 വാട്ടിൻ്റെ വേറെ ചാർജർ എടുക്കുന്നുണ്ട്. പണ്ടത്തെ 12 ഉണ്ട്. ഇതിൽ നമുക്ക് അതിൻ്റെ കേസും അതുപോലെ തന്നെ ഞാൻ നോഡിലും ശ്രദ്ധിച്ചു കേട്ടോ, അവർ ഈ പേപ്പർ വർക്കുകളൊക്കെ കുറച്ച് ഒരു 5-6 മുമ്പ് ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് നമുക്ക് നിർത്തി. അതുപോലെ തന്നെ നമുക്ക് ഈ ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കണ്ട ഒരു റെഡ് കേബിൾ ക്ലബിന് സാധനം കിട്ടാറുണ്ട്, ഒരു കാർഡ്, അതൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഇവിടെ പോയി ആകും. നോഡിലും കണ്ടില്ല ഞാൻ, ഇതിലും കാണാനില്ല കേട്ടോ. അപ്പോൾ അത് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. അതിന് മുമ്പ് നമുക്ക് ഈ പേപ്പർ കവറൊക്കെ നമുക്ക് ഇതിലേക്ക് തന്നെ വയ്ക്കാം. അവിടെ കോപ്പി കിടന്ന് കുരയ്ക്കുന്നുണ്ട്. എന്താ വെച്ചാൽ ഇവന് കറക്റ്റ് വീഡിയോ ഒക്കെ എങ്ങനെ അറിയണമോ, കറക്റ്റ് കുറയ്ക്കും. ഇതാണ് നമ്മുടെ ഫോണും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സൈസ് ഡിഫറൻസ് ഇപ്പോൾ അവിടെ കാണാം. ഇത് നമ്മുടെ നോർഡ് 5 ആണ്, ഇത് നമ്മുടെ 13S ആണ് കേട്ടോ. അപ്പോൾ കണ്ടോ സൈസ് ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ കോമ്പാക്ട് ഫോൺ എന്ന് പറയാൻ കാരണം അതാണ്. 6.31 ഇഞ്ചിൻ്റെ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. ഗ്രീൻ കളറാണ്, എനിക്ക് ഗ്രീൻ കളർ തന്നെയാണ് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത്. ഈ സാധനം ഞാൻ എടുത്ത് മറക്കാൻ പറഞ്ഞു, എന്തായാലും നമുക്ക് മാറ്റി വയ്ക്കണം. ഞാൻ എന്തായാലും ഇതിൽ BSNLൻ്റെ സിം ഇടുന്നുണ്ട്, എൻ്റെ സെക്കൻഡറി സിമ്മാണ് BSNL. അപ്പോൾ അതെന്തായാലും ഇവിടെ ഇരിക്കട്ടെ. എന്തായാലും നമുക്ക് സിം ഇജക്ടർ പിന്നെ ഇപ്പോൾ നോക്കി നോക്കാം. ഞാനിൽ വേറെ സിം ഇജക്ടർ പിന്നെ ഉണ്ട്, ഞാൻ എടുത്തിട്ടില്ല, ഡയറ്റൊന്നും എടുത്തിട്ടില്ല. ഇത് IP65 ഉള്ളൂ കേട്ടോ. അപ്പോൾ പറയുമ്പോൾ റബ്ബർ ബാൻഡ് സംഭവമൊക്കെ വരുന്നുണ്ട്, പക്ഷേ ഒരു IP68 കൊടുക്കായിരുന്നു, അത് മോശമായി പോയി പ്രൈസിന്. ഇതിന് പിന്നെയും നമുക്ക് എന്താ പറയുക, ഒരു കുഴപ്പമില്ലെന്ന് പറയാം. ഒരു 30 റേഞ്ചിൽ വരുന്ന ഫോൺ, എന്നിട്ട് ഇതിൽ IP65 ഉണ്ട്. പക്ഷെ 50,000 ഫോണിൽ ഇതിൽ IP68 അറ്റ്ലീസ്റ്റ് എന്താ ഈ ചെക്കൻ കിടന്ന് കുറയ്ക്കണേ. ഇത് ഇത്ര നേരം ആൾ ഭയങ്കര ഉറക്കമായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും കണ്ടിന്യൂ ചെയ്യാം. അത് ആരോ ഇവിടെ വന്നതാണ് കേട്ടോ, അതുകൊണ്ട് അവൻ കുറയ്ക്കണം. ഞാനും വിചാരിച്ചു ഇത്ര ആൾ സൂപ്പറായിട്ട് ഉറക്കമായിരുന്നു, ഇപ്പോൾ എന്താ പറ്റിയെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ സിം ഇടാം. സിം നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇത് ആക്ച്വലി ഞാൻ ഓൺ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ ആക്ച്വലി ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ Vivo X200 Proയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഫിനിഷ് OnePlus 3S സെറ്റപ്പ് എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഞാൻ ആക്ച്വലി നമ്മുടെ S23 Ultraയിലത്തെ അത് ആക്ച്വലി ഇതിലേക്ക് മാറ്റിയാലോ എന്ന് ആലോചിക്കുകയാണ്. അപ്പോൾ ഞാൻ അതൊന്ന് സെറ്റപ്പ് ചെയ്ത് തരുന്നുണ്ട്, നമുക്ക് തിരിച്ചു വരാം കേട്ടോ. അപ്പോൾ ആക്ച്വലി നമ്മുടെ ഈ സാംസങ്ങിൻ്റെ ഫോണിൽ നിന്ന് ഇതിലേക്ക് നമ്മളിതെല്ലാം കോപ്പി ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഓൾമോസ്റ്റ് ഒരു 8 മിനിറ്റ് സംഭവങ്ങളുടെ ടൈം എടുത്തു. അപ്പോൾ അത് നമ്മുടെ ഫുൾ സെറ്റപ്പ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി ഇതാണ് നമ്മുടെ ലോക്ക് സ്ക്രീൻ വന്നേക്കുന്നത്. അപ്പോൾ ഗാലക്സി വാച്ച് മാനേജർ എൻ്റെ ഗാലക്സി വാച്ചിൻ്റെ ഇതിൽ ഇൻസ്റ്റാൾഡായിരുന്നു. അപ്പോൾ അതാണ് ഈ സാധനത്തിൽ വന്നത്, അതൊക്കെ എടുത്ത് കളയണം കേട്ടോ. അപ്പോൾ അതിൻ്റെ പാസ്വേഡ് തന്നെ വന്നേക്കുന്നത്. അപ്പോൾ ഞാൻ പാസ്വേഡ് ഒന്ന് അൺലോക്ക് ചെയ്യട്ടെ. അപ്പോൾ നമ്മുടെ അത് അൺലോക്ക് ചെയ്തിട്ട് ഇതാണ് സ്ക്രീനും കാണലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നോഡ് 5ൻ്റെ സ്ക്രീനായിട്ട് നിങ്ങൾക്ക് ഞാൻ കമ്പയർ ചെയ്ത് കാണിച്ചു തരാൻ കണ്ടു. കുറച്ചും കൂടി സ്ക്രീനിൻ്റെ ക്വാളിറ്റി കൂടുതലാണ്. അത് ഓൾറെഡി എക്സ്പെക്റ്റഡ് ആണല്ലോ. എന്താ വെച്ചാൽ എന്താ നമ്മുടെ 30,000 ഫോണും 55,000 ഫോണാണല്ലോ. അപ്പോൾ ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരിക്കുമല്ലോ. പിക്സലും കുറച്ചുകൂടി ക്ലാരിറ്റി കൂടുതലുണ്ട് ഇതിൽ. അപ്പോൾ ഇതാണ് നമുക്ക് ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയേ പറയാം. അപ്പോൾ അതിന് മുമ്പ് ജസ്റ്റ് ഞാനിതൊന്ന് കാണിച്ചു തരാം. ഇതിൽ എന്താ പറയുക, ബ്ലോട്ട്വെയർസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കുറേ നമ്മുടെ ആപ്സ് കുറേ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, ഫേസ്ബുക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇതൊന്ന് ഞാൻ എന്താ പറയുക ഷെയർ ചെയ്ത് അത് അപ്പോൾ ഇതിൽ വന്നിട്ടുണ്ട്. ഒരു വൃത്തിയായിട്ട സാധനം, ആപ്പ് മാർക്കറ്റ് എന്ന സാധനം ഈ OnePlusകാരുടെ ഒരെണ്ണയിലേക്ക് എടുക്കുന്നുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ ഡിസേബിൾ ചെയ്യാൻ പറ്റുമായിരിക്കണം. എന്താ വെച്ചാൽ 13R-ലും 13-ലൊക്കെ പറ്റുമായിരുന്നു. അത് ഡിസേബിൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വേറെ ശല്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് നമ്മുടെ പണ്ടത്തെ ക്ലീൻ എന്താ പറയുക ഓക്സിജൻ വോയിസ് പോലെ ഇത് വെച്ച് കമ്പയർ ഇതിൽ അതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നോഡ് 5 ഈ സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ഫുൾ ക്ലീൻ ആയിരുന്നു. എനിക്കതാ മനസ്സിലാവാത്തത്. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ലോഞ്ച് ആയതാണല്ലോ ഇത്, അതുകൊണ്ടായിരിക്കാം. ഇനിയിപ്പോൾ വരാൻ പോകുന്ന OnePlusലൊക്കെ ക്ലീൻ ആയിരിക്കും. അതേ ഒരു ക്ലീൻ ആക്കാനുള്ള ഉദ്ദേശത്തിലായിട്ടുണ്ടാവും. അപ്പോൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഒരെണ്ണം വന്നെടുക്കുന്നുണ്ട്, ന്യൂ സിസ്റ്റം വേർഷൻ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ജൂൺ എഡിഷൻ ആയിരിക്കും, ജൂണിലത്തെ ആയിരിക്കും. 757 MB സംഭവം വന്നിട്ടുണ്ട്. കുറച്ച് ആപ്സ് ഫീച്ചേഴ്സും അതുപോലെ തന്നെ കുറച്ച് ഫീച്ചേഴ്സ് ആഡ് ആയിട്ടുണ്ട് കേട്ടോ. സെക്യൂരിറ്റി ഫീച്ചർ മാത്രമല്ല കുറച്ച് ഫീച്ചേഴ്സുകളും ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഒരു ഇനീഷ്യൽ ഇംപ്രഷൻ എന്ന് പറയാനുള്ളത്. നമുക്ക് 2 മെഗാപിക്സൽ 2 ക്യാമറ സെൻസറാണ് വരുന്നത് ബാക്കിൽ, 50. നമുക്ക് എന്തായാലും അതിൻ്റെ സ്പെക്സ് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് സ്പെക്സിലേക്ക് പോവാം. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അറിയിക്കും 5G ഫോണാണ്. അത്യാവശ്യം മോസ്റ്റ്ലി എല്ലാ ബാൻഡ്സിൽ വരുന്നുണ്ട്. പിന്നെ നമുക്കിതിൽ 185 ഗ്രാമാണ് വെയിറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. 8.2 mm തിക്നെസ്സും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഫ്രണ്ടും ബാക്കിലും ഗ്ലാസ് തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ 2 നാനോ eSIM സപ്പോർട്ട് വരുന്നുണ്ട്. IP65 ആണ് റേറ്റിംഗ് വരുന്നത്. അത് കുറച്ച് മോശമായി പോയി. IP68 എങ്ങനെ ഇവർക്ക് തരായിരുന്നു. പിന്നെ LTPOൻ്റെ AMOLED 1 ബില്യൺ കളർ വരുന്ന 120 ഹെർട്സിൻ്റെ ഡോൾബി വിഷനും HDR10+ഉം HDR വിവിഡും 1600 നിറ്റ്സ് മാക്സിമം പീക്ക് ബ്രൈറ്റ്നസ് ഒക്കെ വരുന്ന ഒരു ഡിസ്പ്ലേ ആണ് വരുന്നത്.
6.32 ഇഞ്ചിൻ്റെയാണ്. അതുപോലെ തന്നെ 90.6% സ്ക്രീൻ ടു ബോഡി റേഷ്യോ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ക്രിസ്റ്റൽ സ്റ്റീൽ ഗ്ലാസ് എന്നൊരു പ്രൊട്ടക്ഷനാണ് വരുന്നത്, അവരുടെ തന്നെയാണ് സംഭവം. 460 PPI ഡെൻസിറ്റിയാണ് വരുന്നത് കേട്ടോ. പിന്നെ ആൻഡ്രോയിഡ് 15 ഇൻബിൽഡ് ആയിട്ട് വരുന്നത്, ഓക്സിജൻ OS 15 ആണ്. കോൾകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ 888 ആണ് വരുന്നത്, 3 നാനോമീറ്റർ ആർക്കിടെക്ചറിൽ വരുന്നതാണ്, ഒക്ടോകോറാണ്. അതുപോലെ തന്നെ GPU പറയുകയാണെങ്കിൽ അഡ്രീനോ 830 ആണ് വരുന്നത് കേട്ടോ. പിന്നെ കാർഡ് സ്ലോട്ട് കാണുന്നില്ല, 256 GB 12 GB വേരിയൻ്റാണ് വരുന്നത്. പിന്നെ 512 GB വേരിയൻറ്റും വരുന്നുണ്ട്. 3 കളറിൽ അവൈലബിൾ ആണ്, ഓൾറെഡി പറഞ്ഞു. പിന്നെ ക്യാമറയിലേക്ക് പോകാം നമുക്ക്. 2 50 മെഗാപിക്സലിൻ്റെ ക്യാമറയാണ് വരുന്നത്. 1050 മെഗാപിക്സലിൻ്റെ 1.8 ഒരു 24mm വൈഡ് സെൻസറാണ് വരുന്നത്. പിന്നെ നമുക്ക് 50 മെഗാപിക്സലിൻ്റെ ടെലിഫോട്ടോ ലെൻസും f2.0 വരുന്നുണ്ട് കേട്ടോ. ഒപ്റ്റിക്കൽ സൂം സപ്പോർട്ടും വരുന്നുണ്ട്. പിന്നെ ഫീച്ചേഴ്സായിട്ട് LED ഫ്ലാഷ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും. അതുപോലെ ഇതിൽ ആക്ച്വലി ഒരു ടെലിഫോട്ടോ ലെൻസ് കൂടി കൊടുക്കാറുണ്ടെന്ന് വെച്ചാൽ ഈ റേഞ്ചിൽ വരാൻ പോകുന്നതാണ് നമ്മുടെ X200 FE. അത് നമ്മൾ ചെയ്യുന്നുണ്ട് അൺബോക്സിംഗ് കാണുന്നതൊക്കെ. അതിൽ നമുക്കൊരു അറ്റ്ലീസ്റ്റ് ഒരു 8 മെഗാപിക്സലിൻ്റെ ഒരു തേർഡ് സെൻസർ അവർ വെച്ചിട്ടുണ്ട്. അതൊരു ഇതിലൊരു മിസ് ചെയ്തു. അത് ശരിക്കൊരു ഡ്രോബാക്ക് ആയിട്ട് നമുക്ക് എടുത്ത് പറയാം കേട്ടോ. 4K 30 എന്താ പറയുക 30 60 FPS ഒക്കെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും കേട്ടോ. EA സപ്പോർട്ടും OS സപ്പോർട്ടൊക്കെ ഉണ്ട്, ഡോൾബി വിഷൻ സപ്പോർട്ടും വരുന്നുണ്ട്. ഫ്രണ്ട് ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ 32 മെഗാപിക്സലിൻ്റെ f2.0 എന്താ പറയുക ഒരു സെൻസറാണ് വരുന്നത്. HDR സപ്പോർട്ടും 4K 30 FPS സപ്പോർട്ടും കാണലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഞാൻ ഇതിൻ്റെ ഒരു എന്താ പറയുക ഫോട്ടോസിൻ്റെ ഇനീഷ്യൽ ഡെമോ നമുക്ക് ഈ വീഡിയോൻ്റെ ഇടയിൽ തന്നെ കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണാം ഒരു 5-6 വീഡിയോസ് 5-6 പിക്സ് നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ കൂടെ കാണാം കേട്ടോ. പിന്നെ ഇതിൻ്റെ ലാനിന് ഒരു കുഴപ്പമുണ്ട്. ഇവരുടെ ഒരു കോൺസിൽ പറയാവുന്ന ഒരു സംഭവമാണ് നമുക്ക് ഈ ഒരു സെൻസർ മിസ്സിങ്ങും അതുപോലെ തന്നെ വയർലെസ് ലാനിൻ്റെ, അതായത് വൈഫൈൻ്റെ കുറച്ച് ഇവർക്ക് ആക്ച്വലി ഇവർ മോഡം ഉപയോഗിച്ചിരിക്കുന്നത് OnePlusൻ്റെ തന്നെ ഒഫീഷ്യൽ ഒരു മോഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ആക്ച്വലി അവർ അപ്ഡേറ്റ് ത്രൂ ഫിക്സ് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. ഇനീഷ്യലി നമുക്ക് എന്താ പറയുക റേഞ്ച് കുറച്ച് കുറവ് കാണിക്കുന്നുണ്ട് വൈഫൈന്. അങ്ങനെ ഒരു ഇഷ്യൂ ഇതിന് ഉണ്ട് കേട്ടോ, അത് നോട്ട് ചെയ്യാൻ മറക്കണ്ട. പിന്നെ നമുക്കിതിൽ വരുന്നത് നമുക്ക് 80 വാട്ടിൻ്റെ വയർഡ് ചാർജിങ് സപ്പോർട്ട് വരുന്നുണ്ട്. 5850 mAh ബാറ്ററി സപ്പോർട്ട് വരുന്നുണ്ട്. 33 വാട്ടിൻ്റെ PPS സപ്പോർട്ടും 18 വാട്ടിൻ്റെ PD ചാർജിങ്, അതായത് 18 വാട്ടിൻ്റെ നമുക്ക് വയർലെസ് ആണ് വരുന്നത്. അല്ല, വയർലെസ് ഇതിൽ വരുന്നില്ല കേട്ടോ. PD സപ്പോർട്ടും 18 വാട്ടിൻ്റെ കോൾകോം ക്യൂ ചാർജ് സപ്പോർട്ടും വരുന്നുണ്ട്. അപ്പോൾ ഈ ചാർജ് സപ്പോർട്ട് എന്ന് വെച്ചാൽ ഈ 80 വാട്ട് എന്ന് പറയുന്നത് ഇവരുടെ ടെക്നോളജി ആണല്ലോ. ഈ എന്താ പറയുക വൂക്ക് ഒപ്പോൻ്റെയും വിവോൻ്റെ ഒക്കെ വരുന്ന സംഭവമാണ്. അതിൽ ആക്ച്വലി ഒരു പ്ലസ് പോയിന്റ് എന്താ പറയുക, IQൻ്റെ വാങ്ങിക്കുമ്പോൾ നമുക്ക് PD ചാർജിങ് കിട്ടുക, അഡാപ്റ്ററും നമുക്ക് PD ചാർജിങ് കിട്ടുക. അത് നല്ലൊരു കാര്യം തന്നെയാണ് കേട്ടോ. ഇവർക്കും ശരിക്കും അത് അങ്ങനെ ആക്കാം, Type-C to Type-C. AnTuTu സ്കോർ ഓൾമോസ്റ്റ് 25 ലക്ഷമാണ് നമുക്ക് കിട്ടുന്നത്. ഗീക്ക് ബെഞ്ച് 9093 ആണ് നമുക്ക് ഓൾമോസ്റ്റ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഒരു എന്താ പറയുക ക്യുക്ക് റിവ്യൂ അല്ലെങ്കിൽ ക്യുക്ക് സ്പെക്സ് റിവ്യൂ എന്ന് പറയാം. ഇതിൻ്റെ USB Type 2.0 ആണ് കേട്ടോ. അത് ഭയങ്കര മോശമായി പോയി, അത് എന്ത് പരിപാടി ചെയ്താന്ന് മനസ്സിലാവുന്നില്ല. Bluetooth 6 ആണ് വരുന്നത് കേട്ടോ. NFC സംഭവങ്ങളും ഇൻഫ്രാഡും അതൊക്കെ ഉണ്ട്, സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ്. അതുപോലെ തന്നെ ഫിംഗർ പ്രിൻറ്റും ഒരു ഡൗൺഗ്രേഡ് ആണ്. എന്താ വെച്ചാൽ ഒപ്റ്റിക്കലാണ്. നമുക്ക് ഈ റേഞ്ചിൽ ബാക്കി എല്ലാ ബ്രാൻഡുകളും IQ13 നമുക്ക് എന്താ പറയുക അൾട്രാസോണിക് കാണലൊക്കെ തരുന്നുണ്ട്. പക്ഷേ ഫാസ്റ്റ് കാണലൊക്കെയാണ്. പിന്നെ നമുക്കൊരു എക്സ്ട്രാ ബട്ടൺ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഒരു ക്യുക്ക് ഓവർവ്യൂ. നമ്മളെന്തായാലും ഇപ്പോൾ ഒരു ജസ്റ്റ് അൺബോക്സിങ് വീഡിയോ മാത്രമല്ല ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെ ക്യുക്ക് ഓവർവ്യൂ നമുക്ക് സെപ്പറേറ്റ് വേറെ റിവ്യൂ കാണലൊക്കെ ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാറാണെങ്കിൽ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫിനാൻഷ്യൽ അനലിസ്റ്റാണ്. നമ്മൾ ടെക്കിലും ഫിനാൻസിലും എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ് കേട്ടോ. നമ്മൾ സ്മാർട്ട് ഫോൺ അച്ചർ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്തതാണ്. അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. പേജ് കൊടുക്കാൻ മറക്കണ്ട. ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഷടയെന്ന് പോയിട്ട് ഫോളോ ചെയ്യാൻ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. ഫ്രണ്ട്സിലേക്ക് നമ്മൾക്ക് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വീഡിയോ കാണാം. ബൈ.